ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. ഓരോ ദിവസം കഴിയും തോറും ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. 4.5 വർഷം സർക്കാർ ഫയലിൽ ഉറങ്ങുകയായിരുന്ന ഒരു റിപ്പോർട്ട് പൊടുന്നനെ പ്രത്യക്ഷപ്പെടുകയും അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയുമായിരുന്നു. എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? മാത്രമല്ല, മറ്റൊരു ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത് കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഹേമ കമ്മിറ്റിയുടെ മോഡൽ റിപ്പോർട്ടുകൾ വേണം എന്ന രീതിയിൽ ചലച്ചിത്ര സംഘടനകൾ ആവശ്യവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഈ ഹേമ കമ്മിറ്റിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും കേരളത്തിൽ മാത്രം ഒതുങ്ങില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഇതുപോലെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ഒരു സാഹചര്യം ചലച്ചിത്ര മേഖലയിൽ വന്നത്? സാംസ്കാരിക വകുപ്പ് ഇത്രയും കാലം മൂടിവെക്കാൻ ശ്രമിച്ച റിപ്പോർട്ട് എങ്ങനെ പുറത്തു വന്നു? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നാൾവഴിയിലേക്ക് നമ്മൾ ഒന്ന് കടന്നു ചെല്ലുന്നു. 2017 ഫെബ്രുവരി 17 മലയാളത്തിലെ പ്രശസ്തയായ നടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചതോടെയാണ് മലയാള സിനിമാ രംഗത്തെ ദുഷ്പ്രവണതകൾ ചർച്ചയായത്. സിനിമയ്ക്കകത്തുനിന്ന് തുടങ്ങിയ പ്രതിഷേധ സ്വരങ്ങൾ പിന്നീട് നാടെങ്ങും നിറഞ്ഞു. സിനിമയ്ക്കകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉയർത്താൻ വേണ്ടി രൂപീകരിച്ച വിമൻ ഇൻ സിനിമ കളക്ടീവ് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ 2017 ജൂലൈയിലാണ് സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നിയമിച്ചത്. ജസ്റ്റിസ് ഹേമ, റിട്ടയർഡ് IAS KB വത്സലകുമാരി, നടി ശാരദ എന്നിവരായിരുന്നു അംഗങ്ങൾ. സിനിമയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 51 സിനിമാ പ്രവർത്തകർ കമ്മിറ്റിക്ക് മൊഴി നൽകി. വിശദമായ പഠനത്തിനൊടുവിൽ 2019 ഡിസംബർ 31 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. 2020 ജനുവരി 11 റിപ്പോർട്ട് ആവശ്യപ്പെട്ട് സർക്കാരിന് വിവരാവകാശ അപേക്ഷ ലഭിച്ചു. 10 ദിവസം കഴിഞ്ഞ് 2020 ജനുവരി 22 റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കാൻ കഴിയില്ലെന്ന് സാംസ്കാരിക വകുപ്പ് മറുപടി നൽകി. 2020 ഫെബ്രുവരി 7 അന്നേ ദിവസം നിയമസഭയിൽ ചോദ്യമുള്ളതിനാൽ സഭയിൽ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം പകർപ്പ് നൽകാമെന്ന് സാംസ്കാരിക വകുപ്പ്. 2020 ഒക്ടോബർ 22 റിപ്പോർട്ട് നിഷേധിച്ച വകുപ്പിന്റെ നടപടി ശരിവച്ച് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിടുന്നു. നിയമസഭാ ചോദ്യത്തിന് മറുപടി നൽകാനും തുടർ നടപടികൾക്കും സർക്കാരിന് സമയം ലഭിച്ചിരുന്നില്ലെന്നും നിയമസഭയുടെ അവകാശത്തെ ലംഘിച്ച് വിവരം പുറത്തു നൽകാൻ കഴിയില്ലെന്നുമായിരുന്നു ഉത്തരവിൽ പറഞ്ഞത്. 2024 ജൂലൈ 5 റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ അനുവാദം നൽകുന്നു. 2024 ജൂലൈ 24 റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സ്റ്റേ വാങ്ങുന്നു. 2024 ഓഗസ്റ്റ് 14 റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിലിന്റെ ഹർജി ഹൈക്കോടതി തള്ളുന്നു. 2024 ഓഗസ്റ്റ് 17 റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് വിവരാവകാശ കമ്മീഷൻ. നടി രഞ്ജിനി താൻ കമ്മിറ്റിക്ക് കൊടുത്ത മൊഴി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. 2024 ഓഗസ്റ്റ് 19 നടി രഞ്ജിനി നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളുന്നു. സിംഗിൾ ബെഞ്ചിൽ രഞ്ജിനി റിട്ട് ഹർജി നൽകി. കോടതി രഞ്ജിനിയുടെ അപ്പീൽ തള്ളുന്നു. പരസ്യമാക്കാൻ സാധിക്കില്ലെന്നറിയിച്ചിരുന്ന ഭാഗങ്ങൾക്ക് പുറമെ മറ്റു പല ഭാഗങ്ങൾ കൂടി ഒഴിവാക്കിയതിനു ശേഷമാണ് റിപ്പോർട്ട് പുറത്തുവന്നതെന്നത് വിവാദങ്ങൾക്കിടയാക്കുകയും ചെയ്തു. റിസർച്ച് ഡെസ്ക് 24.